പെട്ടി ഓട്ടോറിക്ഷ എത്ര കഴുകിയാലും മനസ്സിലാകത്തില്ല. അല്ല ഇയാള് ബ്രോ സുഹൃത്തെ ഒന്ന് ഒച്ചയൊന്നും മറ്റേ ഒരയ്ക്കുന്ന പോലെ ഇരിക്കുന്നത്. എന്താണിത്? നിങ്ങൾക്ക് കൂടെ വരാന്ന് പറഞ്ഞു. അവളെ കൺവേർട്ടായി. ആരടാ KJP എവിടെടാ KJP? എന്താണ് ഈ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? കിടുങ്ങാമണി ഇളകളെന്ന് അതാണ് നമ്മുടെ ഐക്യം. അതെ, നല്ലൊരു കൂട്ടായ്മയാണ്. ഓക്കെ, അപ്പോൾ എല്ലാരും പച്ചവീട്ടിൽ പ്രശ്നേഷന് വോട്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കില്ല. എസ്കേപ്പ് എസ്കേപ്പ് ആവാണ്. എസ്കേപ്പ് ആവലടാ. ദയവായി പറയുക. റിപ്പോർട്ടറെ ഞാൻ 100 തന്നെ SJPക്ക് വേണ്ടി പറയാനുള്ളൂ. SJPക്ക് വേണ്ടി പറയാനുള്ളൂ. 100 കൺവേർട്ട് ചെയ്ത് നമുക്ക് ഈ ടൗൺ ഹോള് മാറ്റി നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് തുടങ്ങിയാലോ. എന്റെ ബഗ്ഗിട്ട് ഓടിക്കണം എനിക്കിവിടെ. എന്റെ ബഗ്ഗിട്ട് എനിക്കിവിടെ എനിക്ക് സഹാറ ഡെസേർട്ട് ആക്കി എനിക്കിവിടെ ബഗ്ഗിട്ട് ഓടിക്കണം. എന്റെ സുശീലനെ എനിക്കിവിടെ ഇട്ട് ഓടിക്കണം. എന്റെ സുശീലനെ, എന്റെ രാധാമണി സുശീല, എന്റെ രാധാമണി സുശീല രമണി. എനിക്ക് 3 വണ്ടിയുണ്ട്. എനിക്ക് 3 വണ്ടി. രാധാമണി സുശീല രമണി. എല്ലാവരും സംസാരിച്ച് ക്ഷീണമാക്കി എന്റെ വകയാണെങ്കിൽ എല്ലാവർക്കും മുസംബി ഷേക്ക് തരാം. മുസംബി ജ്യൂസ് വേണമെങ്കിലും എന്റെ വക മുസംബി ഷേക്ക് തരാം. നമുക്ക് പുതിയ നമ്മള് ചൂടെടുക്കുമ്പോ നമ്മൾ അമ്പി കളിക്കും. അപ്പൊ നമ്മള് തണുക്കും. അമ്പി കളിക്കുമ്പോ തണുക്കും. എന്നിട്ട് ഇങ്ങനെ കടന്ന് കൊടയും. അപ്പൊ അമ്പി കളിച്ച് കഴിയുമ്പോ അങ്ങനെ കൊടയും. മനസ്സിലായോ? ഇത് കൺവേർട്ടർ ചെയ്യത്തില്ല. എന്തോ കൺവേർട്ട് ചെയ്യത്തില്ലെന്ന്. പക്ഷേ പിന്നെ കുമ്മടിച്ച് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? കുമ്മടിച്ചാൽ കൺവേർട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? ഇല്ല, 6 നമ്മള് കുടിക്കാറുണ്ടാ. നമുക്ക് എല്ലാവരും തൂമ്പെടുക്കും. നമുക്ക് ഫെയിം ഫാമിങ്ങിന് പോകാം. എല്ലാരും തൂമ്പെടുക്കും. ഫെയിം ഫാമിങ്ങിന് പോകാം. ഫെയിം ഫാമിങ്ങിന് പോകാം. കാശ് വന്നാ ഇങ്ങനെ എഴഞ്ഞ് നത്തി വരും. പർച്ചേസ് രൂപയ്ക്ക് ആരെ പറയണേ. എടാ കഴിവൂടിയന്മാരൊക്കെ എടാ ഞാൻ ആലോചിക്കണേ. ഇവിടെ ഏത് തൊലിക്കട്ടി എന്നാണ് ഞാൻ ആലോചിക്കണത്. ഏത് തൊലിക്കട്ടി നമ്മൾ മാത്രം കൊടുത്തിട്ട് കാര്യമല്ല. ബാത്റൂമിനെ പച്ച ബാത്റൂമിനെ ഈ പച്ച പ്രശ്നേഷ് ഗ്യാങ്ങിലുണ്ടോ? പച്ച ഡ്രസ്സിന്റെ പുറകിൽ മഞ്ഞ കാര്യം പറയട്ടെ. എടാ ഈ പച്ച ഡ്രസ് ഇട്ട കേക്കാവോ? പാർട്ടിക്കാരെ കേക്കാവോ?
പാർട്ടിക്കാർക്ക് കേൾക്കാവോ? ഞാൻ മാത്രം മുത്തേ നമുക്ക് വേണ്ടി ഈ ടൗൺ ഹോൾ ഞാൻ 10,000 എടുത്തോളം വാങ്ങൂടാ. നീ കുട്ടാന്നാണ് വിളിച്ചേടാ, നീ കുട്ടാന്നാണ് വിളിച്ചേ വാസ്കോ, നീ കുട്ടാന്നാണ് വിളിച്ചേ വാസ്കോ. എന്നാ എടാ പൊട്ടാ നിന്നെ വിളിച്ചേ, എടാ പൊട്ടാ നിന്നെ വിളിക്കണം, നിന്നെ കുട്ടാന്ന് നമ്മളെ വിളിച്ചേ, നിന്നെ പൊട്ടാന്ന് വിളിക്കണം. എടാ പൊട്ടാ എടാ പൊട്ടാ പറയണ പൊട്ടാ, നിന്നെ വിളിക്കണം, നിന്റെ കൺവേർട്ട് ചെയ്യണ നീ. എടാ നീ കൺവേർട്ട് ചെയ്യണം, ചന്തിക്കുന്നുള്ളൂ അതിന്റെ ചന്തിക്കുന്നുള്ളൂ കൺവേർട്ട് ചെയ്താ നിന്നെ നേരെ നോക്കിയാണ് വിളിക്കണേ. കൺവേർട്ട് ചെയ്യണ നീ നേരെ നോക്കി പറയുമ്പോ കൺവേർട്ട് ചെയ്യണം. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ പത്തിലേക്ക് ഏതൊക്കെ ഗ്യാങ്ങിലുണ്ടോ? ഈ 3 അതിന്റെ ഗ്യാങ്ങിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറ. എടാ ഭാസ്കർ ഒരു മിനിറ്റ്, മൊയ്തീൻ ഒരു മിനിറ്റ്. എടാ ചൊവ്വാഴ്ച ദിവസം മുണ്ടെടുത്തിറക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ചൊവ്വാഴ്ച ദിവസം മുണ്ടെടുത്തിറക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞ അടുത്ത്? ചൊവ്വാഴ്ച ദിവസം മുണ്ടെടുത്ത ഷഡിയിലിട്ട് ഓടിക്കുന്നു ഇവിടെ കേട്ടാ. നമ്മൾ പർച്ചേസ് ചെയ്ത് തെറ്റിയാ, നമ്മൾ പർച്ചേസ് ചെയ്ത് ടൗൺ ഹോളിന്റെ മുമ്പിൽ മുണ്ടെടുത്ത് വന്നതിന്റെ ഷഡിയിലിട്ട് ഓടിക്കും ഇവിടെ. ഷഡിയിട്ട് ഓടിക്കും. മാസാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി എനിക്ക് വേറെ ആമയുടെ തലയിട്ട് തല ഊരിയിട്ട് അകത്തായിട്ട് എസ്കേപ്പ് ആക്കി കാണിച്ചേനാ. നിന്റെ ചെയ്യോ? എന്താ വാടില്ല നിന്റെ? അങ്ങനൊന്നും പറയലിയാ, അങ്ങനൊന്നും പറയല. എടാ അങ്ങനൊന്നും പറയല. നീ മാസം അടിക്കുന്ന ചോദിച്ചില്ലേ? നീ പറ. അവൻ ആ മാസാണെന്ന് വെച്ച് സ്ഥാനാർത്ഥി മാത്രമുള്ളടാ. ഇപ്പൊ സ്ഥാനാർത്ഥി മാത്രമുള്ളടാ. എന്ത് പറ്റിയടാ? സ്ഥാനാർത്ഥി മാത്രമുള്ളടാ. സ്ഥാനാർത്ഥി അമ്പി ഇപ്പൊ എസ്കേപ്പ് ഇപ്പൊ മോളിൽ നിന്ന് മറ്റേ ബാഗിന്റെ ബാഗിന് പറയുന്ന താരത്തിന്റെ മുകളിലേക്ക് ഫ്ലൈറ്റിൽ നിന്ന് പിടിക്കും. ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് നാളെ പിടിക്കും. ഹലോ, ഇതെങ്ങനെ ചത്ത് രണ്ടുപേര്? അതെ, ഇവരെങ്ങനെയാണ് ഇവിടെ നിര്യാതരായിരുന്നത്? എസ്കേപ്പ് ആയില്ല ഇതുവരെ. പറയാ EMS അല്ലേ? EMS വേണ്ട. അതിനുള്ളതില്ല. ഹോസ്റ്റൊന്നും വേണ്ട, വീട് വേണ്ട. കത്തിച്ചിട്ട് കാര്യമില്ലടാ, കയ്യിലൊന്നും ഇല്ല. കയ്യിലൊന്നുമില്ല. സ്റ്റോക്കൊക്കെ തീർന്നേ പാവക്കട്ട സ്റ്റോക്കൊക്കെ തീർന്ന്. വേണ്ട, എന്തിനാടാ വെറുതെ? കുറച്ചേരം കിടക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോക്കാം. കുറച്ച് കഴിഞ്ഞ് പോക്കാം. അല്ല എന്താ ഹെൽപ്പ് പറഞ്ഞിട്ട് ഇവര് കൺവേർട്ടിന്റെ ആൾക്കാരാണ്. അവര് കൺവേർട്ട് ചെയ്യും. പിന്നെ ഇതിനാണ് അപ്പൊ ഒന്ന് മിണ്ടാ നിന്നാ മതി. ഇഗ്നോർ ചെയ്യും കണക്ക് ഇങ്ങനെ അങ്ങ് നിൽക്കുക. അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെന്ന് വെക്കണം. നമുക്ക് 10-ാം തീയതി ന്യൂസ് റിപ്പോർട്ടർ കണ്ണമോൻ. അത് മാത്രമല്ല, മാസം അടിക്കണ്ടാ എനിക്ക്. പിന്നെ വാസടഞ്ഞു വേണ്ടേ? മറ്റേ മാസം മാറിയാ വായിലാണോ ഉണ്ട് കയറിയേ? എന്റെ വായിലാണോ? എന്റെ വായിന്ന് തന്നെ ഒന്നും കേൾക്കണല്ലോ. എന്റെ വായിലാണോ ഉണ്ട് കയറിയ? ഉമാര് പറഞ്ഞ കേക്കണല്ലോ. ഉമാരൊക്കെ അമ്പി ആരും മിണ്ടണല്ലോ. ദൈവം പറഞ്ഞത് കേക്കണ്ട കേട്ടോ. എന്തോ എന്ന് വിളിച്ചതോ പോയിട്ടുണ്ട്.
മച്ചാനെ കുടുംബാണോടാ കുടുംബാണോടാ കുടുംബാണോ വെച്ചാൽ പറയാൻ ഉറപ്പില്ലാത്തവരെ അതും പറയാൻ ഉറപ്പില്ലടാ. അത് പറയാനുള്ള സാമാന്യം പോലും ഇല്ലടാ നിനക്കൊന്നും. എടാ അവനോട് ഞാൻ ചോദിച്ചു, അവനോട് ഞാൻ ചോദിച്ചു ഗ്യാങ് ആണോ ചോദിച്ചു. ഗ്യാങ് ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഗ്യാങ് ആണെങ്കിൽ ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇവിടെ. അറിയാലോ ഗ്യാങ് ആണോ അത് പറയാനുള്ള അത് പറഞ്ഞിട്ടില്ല. അത് പറയണം. അത് പറഞ്ഞിട്ടില്ല. പറയാത്തവനെ അടിച്ചിട്ടു അല്ലെ കുഴപ്പമില്ല. അവിടെ മാസം അടിച്ചോടുന്ന അടിച്ചിടും. മനസ്സിലായോ? നീ വാ തുറന്നാ നിന്നെ അടിച്ചിടും. മനസ്സിലായോ? പിന്നെ ചാടിയാൽ ചട്ടിയോളം ഇരുന്ന അവന്റെ മാസവന്റെ ഇങ്ങനെ അങ്ങ് നിക്കും. കൂടി പോയാ കൊല്ലും. അത്ര തന്നെയല്ല. അല്ലാതെ കയ്യിലെത്തുന്നില്ല. മാർക്ക് പറയാ കയ്യിലൊന്നുമില്ല. അയ്യോ ദേഷ്യം വരുമ്പോ ഞാൻ എന്തൊക്കെയൊക്കെ പറഞ്ഞു. വേണ്ട വേണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു വാക്ക് മിണ്ടിട്ടില്ല. മുതുക്കില എന്താ പരിപാടി? എനിക്ക് മെറ്റാഫിലിക് ആസിഡ് അറിയോ? അങ്ങനെ ഒരു ഇതുണ്ട്. മെറ്റാഫിലിക് ആസിഡ് അറിയില്ല, മെത്തവിറ്റമിൻ അറിയാം. നീയിപ്പോ അല്ലെങ്കിൽ പച്ച മെറ്റാഫിലിക് ആസിഡ് കുടിക്കാനായിരുന്നു. ഓക്കെ ഹലോ ഹലോ കേക്കാമോ? എന്തൊരു കേക്കാം. പറ. ഞാൻ വാട്സാപ്പ് പോയി വന്നേ. വാ. ഹലോ 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 പറഞ്ഞോ. കുടുംബാണോ ഫാമിലിയാണോ? അല്ല ബ്രോ, ഫാമിലി അല്ല ബ്രോ. ഫാമിലി അല്ലേ? അല്ല. ഉറപ്പാണോ? ഉറപ്പ്. അയ്യോ ഫാമിലി ഇല്ലാത്ത ഏതോ വാണാണ്. എടാ ഫാമിലി ഇല്ലാത്ത ഏതോ വാണാണിത്. ഫാമിലി ഇല്ലാത്ത ഏതോ വാണം. ഇവിടെ ഈ വേണം. വാ പറ. എന്താണ്? പറ എന്ത്? ഫിറോസിക്ക് എവിടെടാ? അടിച്ചിടല്ലേട്ടാ നീ. ചെലപ്പോ വരും, അല്ലെങ്കിൽ വൈകുന്നേരം. അത് വിടറാ. ഹലോ സിറ്റിസൺ. ഹലോ പറഞ്ഞോ ബ്രോ പറഞ്ഞോ. അതെ പറഞ്ഞോ. ബ്രോ ഫാമിലി ആണോ? അല്ല സിറ്റിസൺ ആണ്. പേരെന്താ? എന്റെ പേരാണോ? പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പച്ച കൈ വെക്കടാ. ഒന്ന് കൈ വെക്കടാ. ഇനി പേരെന്ന് പറഞ്ഞടാ. ഇനി പേരെന്ന് പറഞ്ഞേ. അല്ല ബ്രോ, ഇതിപ്പോ എന്റെ ക്യാരക്ടറാണ്. ഞാൻ ഇട്ടിക്കുന്ന എന്റെ ക്യാരക്ടർ. ഒരു മിനിറ്റ് മുന്നേറുന്നെല്ലാം. നിന്റെ ക്യാരക്ടറിന്റെ പേരെന്താന്ന് ചോദിക്കണം. നിന്റെ ക്യാരക്ടറിന്റെ പേരെന്ത്? പച്ചവിട്ട് പ്രശ്നേഷ്. ഉറപ്പാണ്. മോനെ ഇത് ആലോചിച്ചോ. നിന്റെ മോന്ത കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സാധനമുണ്ട്. ഇനി നിന്നെ എവിടെയെങ്കിലും വേറെ പേരിൽ അറിഞ്ഞ അത് വലിയ പ്രശ്നവും അകത്തും പുറത്തും. മനസ്സിലായോ? അത് കിട്ടാനുള്ളത് ഏത് രീതി കിട്ടും എന്നുള്ളത് നീ തന്നെ തീരുമാനിച്ചാൽ മതി. കേട്ടോ? ഇപ്പൊ പറഞ്ഞു മര്യാദക്ക് ഒന്നുകൂടെ അവസാനം തന്നെ പേര് പറഞ്ഞു. ഇല്ല ബ്രോ, ഇപ്പൊ എന്റെ ക്യാരക്ടറിന്റെ പേര് ഇതാ. ഞാനിപ്പോ സ്ഥാനാർത്ഥി. നിന്നെ ഇവിടെ സിനിമയിലോ സീരിയലിലോ അഭിനയം ഉണ്ടെന്നല്ല. ഞാനിപ്പോ എന്റെ ആർട്ടിക്കലോ ദൈവമേ എന്ത് ഈ പേര് പറഞ്ഞ കാര്യം പിന്നെന്താ? നീ ഇവിടെ നമ്പി കളിക്കലടാ. ദൈവം എന്താ പറഞ്ഞ കേട്ടില്ല? ദൈവം എന്താ പറഞ്ഞ? സ്റ്റാറ്റ് അടിക്കാൻ പറ്റില്ല.
അറിയില്ല, ഞാൻ ഒരാൾക്കൂട്ടം കണ്ടു ആ ഹലോ ഹലോ. സിറ്റുവേഷൻ ആണോ? അല്ല അല്ല, സിറ്റുവേഷൻ ഒന്നുമില്ല. സിറ്റുവേഷൻ എന്ത്? അച്ചു, എന്റെ പേര് കുറുപ്പിടമ്മി. ഹലോ, ഓക്കെ ഓക്കെ. എന്റെ പേര് കസേര സേതു. ആ ഓക്കെ ഓക്കെ. വരുന്നുണ്ട്. എന്റെ പേര് പച്ച മാക്ബുക്ക്. ആ ഓക്കെ ഓക്കെ. നൈസ് ടു മീറ്റ് യു എല്ലാവർക്കും. ബ്രോ എന്റെ ഒരു അമ്പി ഷെയ്ക്ക്. അമ്പി ഷെയ്ക്ക്. ബാക്കി നമ്മുടെ നീല ചട്ടിയുണ്ട്. നമ്മുടെ ഒരു നീല ചട്ടിയുണ്ട് ഇനി കാണാ. പിന്നെ ഒരു കരടി ഉണ്ട്, ഒരു ഹിമക്കരടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വേറെ വേറെ എല്ലാം അറിയണ്ട. എല്ലായിടത്തും നൈസ് ടു എല്ലാം ഉണ്ട്. നന്നായിട്ട് കുഴക്കുക. ഹിമക്കരടി നന്നായിട്ട് കുഴക്കൂടാ. പച്ച ഒരു ചത്ത പച്ച മാക്ബുക്ക്. ആ ഓക്കെ ഓക്കെ. ആ നൈസ് ടു മീറ്റ് യു. നിന്റെ പേരെന്താ പറഞ്ഞേ? ബ്രോ 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 ഒരു കാര്യം ചെയ്യ്. ബ്രോ എന്റെ പേര് വിളിച്ച് അമ്പി ഷെയ്ക്ക് എന്നൊന്ന് വിളിച്ച് ഞാൻ കേക്കട്ടെ. അംബിഷേക്ക് ഒന്ന് ഓർക്കണേ, ഒരു 2-3 പ്രാവശ്യം ഒന്നുകൂടി പറ. ഒന്നുകൂടി. അഭിഷേക് ഒരു അമ്പിയാന്ന് പറ. ആ അത്രേ ഉള്ളൂ. അംബിഷേക്ക് ഒരു അത്രേ ഉള്ളൂ ബ്രോ. ബ്രോ അത്രേ ഉള്ളൂ ബ്രോ. പിന്നെ എനിക്ക് അടുത്ത് അച്ഛാനെ ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയാം. ലേശ ഉളുപ്പ്. എടാ നിങ്ങളായിട്ട് തന്നെ തെളിയിച്ചോണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും വലിയ അമ്പികളാന്ന്. നമ്മളായിട്ട് പറയണ്ട, നിങ്ങളായിട്ട് തന്നെ തെളിയിച്ചോണ്ടിരിക്കണം എന്ന് മനസ്സിലാക്കുക. കുറച്ചെങ്കിലും നീയൊക്കെ ഈ മാസം അടിക്കുമ്പോ കുറച്ചെങ്കിലും ധൈര്യം വേണം. മനസ്സിലായോ? സ്വന്തം പേര് പറയാൻ വേണ്ടി. മനസ്സിലായ? സ്വന്തം പേര് പറയാൻ ലേശമെങ്കിലും ധൈര്യം വേണം. മനസ്സിലായ? ലേശമെങ്കിലും ധൈര്യം അതില്ല നിനക്കൊന്നും. നിന്റെ ഒന്നും കൂട്ടത്തിൽ ഒരുത്തനും പോലും. എല്ലാത്തിനും പേടിയാ. ഞാൻ പറയണം, എല്ലാത്തിനും പേടിയാ. കേട്ടാ മോണെ? എന്താ ഗ്യാങ്ങിന്റെ പേര് പോലും പറയാൻ കഴിവില്ലാത്ത മൊണ്ണെ. പിന്നെ നീ എന്തിനാടാ? എടാ നിന്റെ കൂട്ടത്തിലാരും കഴിവുള്ളവരില്ലെന്ന് അറിയാം. നീ അതിങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല. എടുത്തു പറയേണ്ട കാര്യമില്ല. പച്ചവെടുപ്പിട്ട് രണ്ടുപേരും നമുക്കറിയാം. കൂടുതലും അമ്പി കളിക്കല്ലേ. ആരാണ്ടെണ്ണം അഴിഞ്ഞു പോയി കേട്ടോ. എക്സിറ്റ് അടിച്ചു പോയി. പറയാനുള്ളത് എസ്കേപ്പ് ആയി കേട്ടെ. നീ ഒന്ന് ഓടിക്കും. നീ ഒന്ന് മുണ്ടും പറിച്ച് ഓടിക്കും. ആരൊന്നും ചെയ്യില്ല. മുണ്ടുപൊക്കി ഓടിക്കും. മുണ്ടൂരി ഓടിക്കോ. നമ്മള് തിരിഞ്ഞു ഓടിക്കോ. തിരിഞ്ഞു നേരെ ഓടിക്കോ. തിരിഞ്ഞു നേരെ ഓടിക്കോ. ഓടിക്കോ. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. മർസിക്ക് ചോദിക്കാൻ വരാൻ പറ്റത്തില്ല. ആഹാ, പച്ച വീട്ടിൽ പ്രശ്നം. അതിന്റെ പേര് ഞാൻ മാറ്റത്തില്ല. ഇവന്മാർ എന്തോ ചെയ്യട്ടെ. പേര് ഞാൻ മാറ്റത്തില്ല. ഇവന്മാർക്കുണ്ടെന്നാലും ഊമ്പാൻ പറ്റത്തില്ലല്ലോ. ഇവന്മാർ ഊമ്പിയാ ജീവിക്കുന്നത്, അറിയാലോ. അവിടെ ആൾക്കൂട്ടം. വണ്ടി നിറങ്ങച്ചാനെ. വണ്ടി ഓടാല്ലേ പോവാൻ പറഞ്ഞത്. വണ്ടി ഇറങ്ങി ഓടിപ്പോടാ. സേവ് ചെയ്തോട്ടെ ഇത്. ഓടറാ. സേവ് ഒന്നും ചെയ്യണ്ട. നീ ഓട്. സേവ് ഒന്നും ചെയ്യണ്ട. അതവിടെ കിടന്നോളൂ. നീ ഓട്. കൊറേ ക്ഷമിച്ച്. എനിക്കിനി വയ്യ. ക്ഷമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈവ് നിർത്തുന്നു. ഞാൻ സിറ്റിക്കത്തിന് ശരിയാവത്തില്ല. പറ എടാ. അല്ല, സിറ്റുവേഷൻ ഒന്നും അല്ലടാ. ഇതില് കൊറേ വാണപ്പട്ടികൾ കുറയ്ക്കുന്നു ബാക്കില് നടന്ന്. അത് കഴിഞ്ഞിട്ട് നീ ഇപ്പൊ എവിടെയാ? അതിനൊന്ന് പിക്ക് ചെയ്യാൻ വന്നു. അതിനൊന്ന് പിക്ക് ചെയ്യാൻ വരുമോ? നമ്മളെ മറ്റേ ടെക്സാസ് ഇതില്ലേ, ഗ്യാങ്സിന്റെ ആ ഭാഗത്തോട്ട് വന്നാൽ എനിക്കാണെങ്കിൽ ഒളിഞ്ഞ് തള്ളേ ഒളി. ഓഫ്. നിനക്ക് ബഹുമാനം ഇല്ലേ? ഹലോ, നിങ്ങൾ അവിടെ നിന്ന് വിട്ടല്ലോ. മുണ്ടൂരി ഓടാനാണ് എന്നോട് പറഞ്ഞേ. നീ ഓട്. മുണ്ടൂരി ഓട്. നമ്മള് കാണുമ്പോഴൊക്കെ നീ മുണ്ടൂരി ഓടണം. നീ ഓട്. മുണ്ടൂരി ഓടാ. ഇല്ല അടിച്ചിട്ട് പോയി.
അറിയാണ്ട് പോലും തിരിച്ചൊന്നും പറയരുത്. അവർ ഇങ്ങോട്ടൊന്ന് മാക്സിമം തൊട്ടിൽ ഗൈസ് ഇനി മച്ചാനെ ഇനി മുണ്ടിട്ടോ വാല വിളിച്ച് അങ്ങനെ വെച്ചപ്പോ കേട്ടോ. ഇത് മതി. താങ്ക് യു താങ്ക് യു. ഔദാര്യം ഔദാര്യം അത്രേ ഉള്ള ആ ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അമ്മാനെ കയറുക. എന്ത് ചെയ്യാനാടാ, മെറ്റ അടിച്ച് വന്ന് കുറെ ഫുണ്ണാൾ ഇങ്ങനെ കാണിച്ചിട്ട് പോകുമ്പോ ഒന്നും ചെയ്യാനുമില്ല, മനസ്സിലായില്ലേ?